ഹായ് ഗായ്സ്. അപ്പോൾ ഇത് കാണുമ്പോഴേ എല്ലാവർക്കും മനസ്സിലാവും ഇന്നൊരു ജേണലാണ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മളൊരു യെല്ലോ തീം ജേണലാണ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ യെല്ലോ ഒന്നും ഇല്ലായിരുന്നു, പിന്നെ ഞാൻ ഒപ്പിച്ചെടുത്തു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ജേണൽ എവിടെ നിന്ന് വന്നെന്ന്. ഇത് എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണിക്കാനായിട്ട് അവൾ ചെയ്യുമോയെന്ന് ചോദിച്ചിട്ട് ഞാൻ ചെയ്ത് കാണിച്ചു കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. നമുക്ക് ഒരു യെല്ലോ തീമിലെ ജേണൽ ചെയ്യാം. പിന്നെ ഈ ജേണൽ എന്ന് പറയുമ്പോൾ എൻ്റെ മൂന്നാമത്തെ വിൻറ്റേജ് ജേണലാണ്. 1, 2 പിന്നെ ഫസ്റ്റ് ഒരെണ്ണമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താ പാറ്റേൺ പേപ്പർ എടുക്കാം. ഞാൻ കുറച്ചൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ, ഇതേപോലത്തെ റെഡൊക്കെ കുറച്ചുണ്ടാക്കി, അങ്ങനത്തെ കുറച്ചുണ്ടാക്കി. നമുക്ക് ഇപ്പോൾ യെല്ലോ എടുക്കാം. പിന്നെ ഈ ഇടയ്ക്ക് സബ്സ്ക്രൈബ് കുറച്ച് കൂടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ ഒന്നുകൂടി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് കുറച്ചും കൂടി സന്തോഷമാകും. പിന്നെ ഞാൻ പുതിയ ഗ്ലൂ വാങ്ങിച്ചു ഗൈസ്. ഇതെന്ന് പറയുമ്പോൾ നല്ല കട്ടിയാണ്, നമുക്ക് നല്ല പവർ കൊടുത്ത് ഇങ്ങനെ തുറക്കണം. വലിയ ഗ്ലൂ ആണ് കേട്ടോ. എൻ്റെ കയ്യിലത് ഇരിക്കുന്ന കാണുമ്പോഴേ നിങ്ങൾക്കറിയാം നല്ല വലിയ ഗ്ലൂ ആണെന്ന്. എൻ്റെ നേരത്തെ ഇരുന്ന നല്ല ചെറിയ ഗ്ലൂ ആയിരുന്നു. ഇത് നല്ല വലിയ ഗ്ലൂ ആണ് കേട്ടോ. നമുക്കിനി കുറേ ജേണൽ ചെയ്യാൻ പറ്റും. ഇപ്പം ഈ ഇടയ്ക്കൊന്നും ഗ്ലൂ വാങ്ങേണ്ട ആവശ്യമില്ല. ഓക്കെ, അങ്ങനെ അത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളയിൽ യെല്ലോ വന്നിട്ട് അത്ര ഇങ്ങോട്ട് അറിയുന്നില്ല. കുഴപ്പമില്ല. എൻ്റെ കയ്യിൽ യെല്ലോ 2 പാറ്റേൺ പേപ്പർ ഇരിപ്പുണ്ട്. ഇനി ഒരു പാറ്റേൺ പേപ്പറും കൂടി ഉണ്ട്. പക്ഷേ എൻ്റെ കയ്യിലാണെങ്കിൽ വേറെ സംഭവങ്ങളൊന്നും ഇല്ല. 2 എണ്ണം വേറെ യെല്ലോ വെച്ചിട്ടുള്ള ഓരോ സംഭവങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി ആ ഒരെണ്ണം ചെയ്യണമെങ്കിൽ ഇനി ഞാൻ വേറെ സപ്ലൈസേഴ്സ് ഒക്കെ ഉണ്ടാക്കേണ്ടി വരും. ഓക്കെ, നമ്മൾ പാറ്റേൺ പേപ്പറൊക്കെ ഒട്ടിച്ചു. ഇനി നമുക്ക് എന്തൊട്ടിക്കാം? ഫ്രെയിംസ് ഒട്ടിക്കാം. എൻ്റെ ഫ്രെയിംസ് ഒക്കെ തീർന്നിരിക്കുകയായിരുന്നു. ഞാൻ വേറെ കുറേ ഫ്രെയിംസ് ഉണ്ടാക്കി. വേറെ കുറേ ഒന്നുമല്ല, 4 ഫ്രെയിംസ് ഉണ്ടാക്കി. ഇതിപ്പോൾ ഏതൊട്ടിക്കും? ഇതൊട്ടിക്കാം. അത് വേണം, അല്ലെങ്കിൽ വേണ്ട. ഇതൊട്ടിക്കാം ഗൈസ്. നമുക്ക് അല്ല, പിന്നെയും ഇങ്ങനെ ചോയ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇതൊട്ടിക്കാം. ഓക്കെ, നമ്മൾ ഇതാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അല്ല, ഫസ്റ്റ് നമ്മളെ കുഞ്ഞ് ഇങ്ങനത്തെ ലേബൽസ് ഉണ്ടല്ലോ, അതൊട്ടിച്ചിട്ട് നമുക്കതൊട്ടിക്കാം. ഇത് ഞാൻ ഇപ്പം ഈ ഇടയ്ക്ക് കുറച്ചെണ്ണം ഉണ്ടാക്കി. എൻ്റെ കയ്യിൽ ഓറഞ്ച് ഒരെണ്ണം ഇരിപ്പുണ്ട്. അപ്പം ഞാൻ പംകിനൊക്കെ ഉണ്ടാക്കി. പിന്നെ ബ്ലൂ ഈ ഒരു ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അതൊരെണ്ണം ഉണ്ടാക്കി. അത് യെല്ലോ ഉണ്ടായിരുന്നു. അതാണ്ട് യെല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എല്ലാത്തിനെയും വെച്ച് നോക്കുമ്പോൾ ഇത് നല്ല കുഞ്ഞതാണ് ഗൈസ്, കണ്ടോ? ഓക്കെ, നമുക്കിതിനെ എല്ലായിടത്തും മാറ്റാം. ഓക്കെ, നമുക്ക് ഈ യെല്ലോ ഫസ്റ്റ് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്രെയിം ഒട്ടിക്കാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, നമുക്കിത് ഇവിടെ ആയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, അത് അത്രയും ഇങ്ങോട്ട് അറിയുന്നില്ല. നമ്മളെ യെല്ലോ ജേണൽ ഒരു തെളിച്ചമില്ല യെല്ലോ ജേണലിന്. ഓക്കെ, എല്ലാം തെറിച്ച് പോവുകയാണ് ഗൈസ് കയ്യിൽ നിന്ന്. ഇത് പിന്നെ ഓവൽ ഷേപ്പിലെ ഈ ഫ്രെയിം ഒട്ടിക്കുന്ന കുറച്ച് പണിയുള്ള കാര്യമാണ്. ഇതിങ്ങനെ ചെയ്ത് വരുമ്പോൾ നമ്മളെ കയ്യിലൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഒട്ടി പിടിക്കും. ഇപ്പം ഇതൊക്കെ മതി, അല്ലാതെ ഒട്ടിക്കാൻ പറ്റുന്നില്ല ഗൈസ്. ഓക്കെ, ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. കുറച്ച് സൈഡിലോട്ടായി പോയി. ഓക്കെ, ഇപ്പം സെറ്റായി. ഓക്കെ, എന്ത് കഷ്ടമാണ് ഗൈസ്, എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഞാൻ ഇവിടെ വെച്ചിട്ട് തയ്ച്ച് കൊടുക്കാം. അല്ലാതെ നടക്കത്തില്ല. കീറിപ്പോയി ഗൈസ് ചെറുതായിട്ട്. അയ്യോ, കീറി. ഓ മൈ ഗോഡ്, ഇതിൽ കൂടുതൽ കീറിയ എനിക്ക് ആകെ 3 എണ്ണം കൂടെ ഉള്ളു ഫ്രെയിംസ്. വേറെ എനിക്ക് ഉണ്ടാക്കണം ഗൈസ്. ഓക്കെ, അങ്ങനെ അതൊട്ടിച്ച് കൊടുത്തു. ഇനി നമുക്ക് എന്തൊട്ടിക്കാം?
നമുക്ക് ഇതൊട്ടിക്കാം. ഇതെൻ്റെ കയ്യിലുണ്ടോ, റെയിൻബോ ഒക്കെ ഉണ്ട് കേട്ടോ, ഓറഞ്ച് ഉണ്ട്, അങ്ങനെ കുറേ എണ്ണം ഉണ്ട്. ഈ എല്ലാം എൻ്റെ കയ്യിൽ 2 എണ്ണം ഇപ്പോൾ. നമുക്ക് ഇതൊട്ടിക്കാം, നല്ല ഭംഗിയുണ്ട്. ഓക്കെ, നമുക്ക് ഇതൊട്ടിക്കാം. ഓക്കെ, ഈ വലിയ ഗമ്മിന് അത്ര പവറില്ല. ഇത് ഇവിടെയൊക്കെ കണ്ടിങ്ങനെ ഇളകിയൊക്കെ ഇരിക്കുന്നു. പക്ഷെ മറ്റേ ഗമ്മിന് നല്ല പവർ ഉണ്ടായിരുന്നു. ഈ ഗമ്മിന് അത്ര പവർ പോരാ ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് എന്തൊട്ടിക്കാം? നമുക്ക് ഇങ്ങനത്തെ ലേബൽസ് ഒട്ടിക്കാം. ഇതും കണ്ടോ, ഞാൻ കുറേ ഉണ്ടാക്കി, കഷ്ടപ്പെട്ടിരുന്ന് ഉണ്ടാക്കിയതാണ് ഗൈസ്. ഞാൻ ഇതിന് പോലും വാങ്ങിച്ചിട്ടില്ല. ഞാൻ ഇത് വാങ്ങിച്ചിട്ടുള്ളതെന്ന് പറയുമ്പോൾ എന്താ, ഈ നമ്മുടെ എന്തായിരുന്നു, ഈ ഗമ്മ് വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ ഈ സിസേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ നമ്മുടെ ഈ ഡയറി വാങ്ങിച്ചിട്ടുണ്ട്. ബാക്കി ജേണൽ ചെയ്യുന്ന എല്ലാ സംഭവങ്ങളും ഞാൻ ഉണ്ടാക്കിയതാണ്. ഇതിപ്പോൾ 2 എണ്ണം ഉണ്ട് എൻ്റെ യെല്ലോ. നമുക്ക് ഇതൊട്ടിക്കാം. ഇത് കണ്ട് ആരും അത്ഭുതപ്പെടണ്ട. ഞാനത് കണ്ടതെന്ന് പറയുമ്പോൾ ഇതേപോലെ പടം വരച്ചിട്ട് തോട്ട് എഴുതുന്നതായിരുന്നു. പക്ഷേ ഇതിപ്പം ഞാൻ തോട്ട് എഴുതി വന്നപ്പോൾ അങ്ങനെയൊക്കെ ആയിപ്പോയി. ഞാൻ എന്ത് ചെയ്യാൻ? ഓക്കെ, നമുക്കതെല്ലാം എടുത്ത് മാറ്റാം. അയ്യോ, ഓക്കെ, നമുക്കിതൊട്ടിച്ചു കൊടുക്കാം. സത്യം പറഞ്ഞാൽ ഞാൻ ജേണൽ ചെയ്യാൻ തുടങ്ങുന്നത് തന്നെ കഡിൽ ക്ലൗഡ്സ് കണ്ടിട്ടാണ്. ഓക്കെ, നമുക്ക് ഇനി അത് ഇവിടെ ഒട്ടിക്കും. ഓക്കെ, എൻ്റെ കയ്യിൽ തോട്ട്സ് ഇല്ല ഗൈസ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ തോട്ടെല്ലാം തീർന്നു. ഓക്കെ, പിന്നെ ഞാൻ വാഷിംഗ് ടേപ്പ് ഒക്കെ ഉണ്ടാക്കി ഗൈസ്. എങ്ങനെയുണ്ട് എൻ്റെ ഡിസൈൻ? എങ്ങനെയുണ്ട്, കൊള്ളാമോ? ഓക്കെ, ഇതിൽ നമുക്ക് കുറച്ച് ഒട്ടിക്കാം. അല്ല, അതിവിടെ ഒട്ടിക്കണ്ട, ഇതൊട്ടിച്ചിട്ട് അതൊട്ടിക്കാം. ഓക്കെ, ഇവിടെ ആയിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. മഴയും ഇടിയൊക്കെ ആണിവിടെ. കണ്ടോ, ഇടി വെട്ടുന്ന സൗണ്ട് കേട്ടോ? നമുക്കിനി ഇത് ഇവിടെ അല്ല, ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ ഇനെന്തുവരുന്ന പറയുന്നത് വാഷിംഗ് ടൈപ്പ്? കൊള്ളാമെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനി എൻ്റെ കയ്യിൽ എന്താ ഒട്ടിക്കാനുള്ളത്? സാധനങ്ങൾ തീർന്നു. ഇത്രയേ ഉള്ളൂ എൻ്റെ കയ്യിൽ ഒട്ടിക്കാൻ. പിന്നെ ഒട്ടിച്ചതൊക്കെ തന്നെ റിപ്പീറ്റ് ചെയ്ത് ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. എൻ്റെ കയ്യിൽ വേറെ ഒന്നും ഇല്ല ഒട്ടിക്കാൻ. ഞാൻ എന്ത് ചെയ്യാൻ? ഓക്കെ, നമ്മൾ ക്രഷ്ഡ് പേപ്പർ ഒട്ടിക്കുന്നത്. നമുക്കിത് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. നമുക്കിനി ഇവിടെയും കുറച്ച് വാഷിംഗ് ടൈപ്പ് ഒട്ടിക്കാം. എൻ്റെ വാഷിംഗ് ടൈപ്പ് കുറച്ച് ഫ്ലോപ്പ് വാഷിംഗ് ടൈപ്പ് ആണ്. കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെയും കൂടി ഒരു വാഷിംഗ് ടൈപ്പ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. തീരെ ഇത് ഞാനിപ്പോൾ വേറെ എന്താ വാരി ഒട്ടിക്കുക? എൻ്റെ വേറെ ഒന്നും ഇല്ലല്ലോ. ഓക്കെ ഗൈസ്, ഞാനിപ്പോൾ വേറെ എന്താ ഒട്ടിക്കുക? എൻ്റെ കയ്യിൽ യെല്ലോ അങ്ങനെ സപ്ലൈസസ്, ഞാൻ പറഞ്ഞില്ല, എൻ്റെ കയ്യിൽ യെല്ലോ സപ്ലൈസസ് വളരെ കുറവാണ്. ഞാനത് ഉണ്ടാക്കിയിട്ട് തന്നെയാണ് ഇപ്പം ഇത് ചെയ്തെടുത്തത്. എന്നിട്ടും ഇത് ഇത്രയും കുറവോ? പിന്നെ മറ്റേതിലൊക്കെ ഞാൻ എന്താ യൂസ് ചെയ്തത്? മറ്റേതിൽ ഇങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായിരുന്നു നിറഞ്ഞു നിൽക്കുന്നത്. എൻ്റെ ഇപ്പം നിറഞ്ഞില്ല. എനിക്ക് എന്തോ അങ്ങോട്ട് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. എന്തെങ്കിലുമൊക്കെ ഒട്ടിച്ച് ഫിനിഷ് ചെയ്യാം നമുക്ക്. ഇപ്പം എന്താ ഒട്ടിക്കുക? അപ്പം നമുക്ക് എന്താ ചെയ്യുക? ഒരു ക്രഷ്ഡ് പേപ്പറും കൂടി കീറി ഒട്ടിക്കുക. അല്ലാതെ എൻ്റെ വേറെ സാധനങ്ങളില്ല ഗൈസ്. അപ്പം നിങ്ങൾ കുറച്ച് സപ്പോർട്ടൊക്കെ ചെയ്താൽ വേറെ സാധനങ്ങൾ എനിക്ക് വാങ്ങിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഓക്കെ, ഇവിടെ ആയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഒരു കുഞ്ഞ് വാഷിംഗ് ടൈപ്പ് ഒട്ടിക്കാം.
മൊത്തത്തിൽ ഇവിടെ ഈ വാഷിംഗ് ടേപ്പും ക്രഷ്ഡ് പേപ്പറും പരിപാടി മാത്രമേ നടക്കുന്നുള്ളൂ, വേറൊന്നും നടക്കുന്നില്ല ഗൈസ്. ഓക്കെ, അപ്പം ഇവിടെ ഇങ്ങനെ ഒപ്പിച്ചു കൊടുക്കാം. ഓക്കെ, അങ്ങനെ ഇത്രേ ഉള്ളൂ അല്ലേ ജേണൽ. ഓക്കെ, അങ്ങനെ ഈ ജേണൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ മറക്കല്ല. ബൈ.